ഈ സീസണിൽ ലിവർപൂൾ ഫാൻസിന് ഒരുപാട് സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള റിസൾട്ട്സ് അധികമില്ല. ഒരു ട്രാജഡിയിൽ തുടങ്ങിയ സീസണാണ്. എനിക്ക് തോന്നുന്നു ലിവർപൂൾ ഫാൻസ് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ട്രാൻസ്ഫർ വിൻഡോ തന്നെ ആയിരിക്കും ഈ സീസണിൽ. അല്ലാണ്ട് കളി തുടങ്ങിയ ശേഷം ലാസ്റ്റ് മിനിറ്റ് ഗോൾസ് കുറച്ചുണ്ടായിരുന്നു. ആദ്യം നമ്മൾ അടിച്ചു, പിന്നെ നമ്മൾ വാങ്ങി. ഒരു സീസണിന്റെ ടൊട്ടാലിറ്റിയിൽ ഇപ്പൊ നമ്മളിപ്പം ഞാനാണെങ്കിലും സുദീപ് ആണെങ്കിലും മോബിൻ ആണെങ്കിലും നമ്മുടെ കൂടെയുള്ള ഒരുപാട് ലിവർപൂൾ ഫാൻസ് ഇപ്പൊ ഏകദേശം ചാമ്പ്യൻസ് ലീഗ്, നമ്മൾ 2005 ചാമ്പ്യൻസ് ലീഗിന് മുമ്പ് ഒക്കെ കളി കണ്ടു തുടങ്ങിയ ആൾക്കാരാണ് ഒരുപാട്. അപ്പോ ഓരോ സീസണിനെയും ഡിഫൈൻ ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സ് നമ്മൾ ഓർത്തിരിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. മോശം സീസൺ ആണെങ്കിലും നല്ല സീസൺ ആണെങ്കിലും അങ്ങനെ ഒരു ഡിഫൈനിങ് മൊമെന്റ് ഒരു മോശം സീസണിലാണ് ആലിസന്റെ ഗോള്. നമ്മൾ ആ സീസണിൽ ടോപ്പ് 4 പോലും കിട്ടില്ല എന്ന് വിചാരിച്ചു പോയത് സാധനം. അപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ലീഗ് അടിച്ചു. അതിന്റെ മുമ്പത്തെ സീസൺ ക്ലോപ്പ് പോയ ഒരു സീസൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിന് മുമ്പുള്ള സീസണിൽ ഈ പറഞ്ഞ പോലെ ഐ തിങ്ക് 2023 ക്ലോപ്പ് പോയത്. 24-25, 23-24 ക്ലോപ്പ് പോയി. 22-23 ഐ തിങ്ക് വി വർ വെരി മോശം സീസൺ ആയതെന്ന് തോന്നുന്നു. സോ അങ്ങനെ ഒരു മോശം സീസണിൽ ഈ സീസൺ അങ്ങനെ ഒരു മറക്കുന്ന ഒരു സീസണിൽ നിന്ന് ഒരു ഓർമ്മിക്കുന്ന സീസണായി മാറാൻ ചാൻസ് ഉള്ള ഒരു റിസൾട്ട് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. നമ്മള് ലീഗ് എന്തായാലും നമുക്ക് ഇറ്റ്സ് വേ ബിയോണ്ട് ഒരു മിറക്കിളൊക്കെ സംഭവിച്ചാലേ ലീഗ് ടൈറ്റിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ആർ ടീം ഓർ സ്ക്വാഡ് ഇസ് നോട്ട് സ്ട്രോങ് ഇനഫ് ഫോർ എ ചാമ്പ്യൻസ് ലീഗ് എന്താ പറയുക, ഒരു അവസാനം വരെ പോവാനുള്ള ഇതില്ല. FA കപ്പില് നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ്. സോ എനിക്ക് തോന്നുന്നു ഈ മാച്ചിനെ ഡിഫൈൻ ചെയ്യുന്നത് ഐ തിങ്ക് സംതിങ് ഫോർ ലിവർപൂൾ ഫാൻസ് ലുക്ക് ഫോർവേഡ് ടു ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സീസൺ. കാരണം ടീമിൽ ഒരു ടീം സ്പിരിറ്റും ഒരു ഗ്രിറ്റും, ഒരു നല്ല മഴയുള്ള രാത്രി ലണ്ടനിൽ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ പോയിട്ട് ഐ തിങ്ക് വി പ്ലേഡ് ലൈക്ക് ദാറ്റ് വി മെ നോട്ട് ബി പ്ലേയിങ് ലൈക്ക് ചാമ്പ്യൻസ് ബട്ട് വി ആർ സ്റ്റിൽ ചാമ്പ്യൻസ് എന്നൊരു മെസ്സേജ് കിട്ടിയ ഒരു ഫീലാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഗെയിം പ്ലേ ഓർ എനിത്തിങ്, ബട്ട് ജസ്റ്റ് ഒരു സ്പിരിറ്റ് ഫീൽ ചെയ്തു എന്ന് തോന്നുന്നു. എന്താ പറയാ, നമ്മളിപ്പം യൂഷ്വലി നമ്മൾ കളി കാണുമ്പം, അല്ലെങ്കിൽ ഈവൻ ഇന്നലത്തെ കളി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് അതൊരു ടെംപ്ലേറ്റ് പോലെയായിരുന്നു. അപ്പോസിഷൻ വരുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നു, ഇപ്പടിക്കും എന്നൊരു ഫീല് ആ ഒരു ടെംപ്ലേറ്റിൽ തന്നെ പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു 10 മിനിറ്റ് സ്പെല്ല് ഉണ്ടായിരുന്നു. ബ്രാഡ്ലി പോസ്റ്റിലേക്ക് അടിച്ച എൻറ്റയർ സീക്വൻസ് ഓഫ് പ്ലേ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുറച്ച് മെല്ലെ മെല്ലെ വന്നു. സെക്കൻഡ് ഹാഫ് മുതൽ വി വർ എൻറ്റയർലി ഡിഫറെന്റ് ടീം. ആർസണലിന് അവരെ ഹോമിൽ ഐ തിങ്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ PSG ആണ് അവസാനം ക്ലീൻ ഷീറ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എൻറ്റയർ 1 ഇയർ ക്ലോസ്, ഇപ്പം ജനുവരി ആയല്ലോ, ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ആർക്കും അവിടെ ക്ലീൻ ഷീറ്റ് വെക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ടീമിന് നമ്മൾ സെക്കൻഡ് ഹാഫില് അവർക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് വരുന്നത് ഇഞ്ചുറി ടൈമിലാണ്. അത് അത്രയും നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് വി കൺട്രോൾഡ് ഇറ്റ്. നമ്മളെ കൈമലായിരുന്നു ആ കളി. നമ്മൾ ഗോൾ അടിക്കാത്തത് വേറെ കാര്യം, ബട്ട് അവർക്ക് കൺട്രോൾ ഇല്ല. നമ്മള് ത്രൂ ആൻഡ് ത്രൂ ഇങ്ങനെ പാസ് ചെയ്യുന്നു. യൂഷ്വലി ചെയ്യുന്നത് ഇപ്പം എല്ലാവരും, നമ്മളടക്കം എല്ലാവരും ചെയ്യുന്ന ക്രിറ്റിസിസം ആണ്. ഒരു സൈഡിൽ നിന്ന് സോബോസ്ലൈക്ക് ബോൾ കിട്ടും, അല്ലെങ്കിൽ ഫ്രിംപോങ്ങിന് കിട്ടും, സോബോസ്ലൈക്ക് കൊടുത്ത് കൊനാട്ടെ, വാൻഡൈക്ക്, കേർക്കസ് തിരിച്ചതുപോലെ ഇങ്ങോട്ടും വരും. ഒരു അർത്ഥമില്ലാത്ത കുറെ പാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന്ന് മാറിയിട്ട് ഇപ്രാവശ്യം മിഡിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് ഒരു 1 ടച്ച് ഫുട്ബോൾ, ഇല്ലെങ്കിൽ 1-2 പാസസ്, ഫ്ലിക്സ് കുറെ ട്രൈ ചെയ്യുന്നു. ആ ഒരു സ്ട്രൈക്കർ ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ടോ, ഇല്ലാതെ സ്ട്രൈക്കർ പകരം എക്സ്ട്രാ മിഡ്ഫീൽഡർ ഉണ്ടായത് കൊണ്ടുള്ളതാണോ എന്നറിയില്ല, ബട്ട് വി ഹാഡ് മോർ സ്പേസ് ഇൻ ബിറ്റ്വീൻ. ആ കളി കണ്ടാല് ഈ അതുവരെയുള്ള ലിവർപൂൾ വേഴ്സസ് ഈ സെക്കൻഡ് ഹാഫിൽ കണ്ട ലിവർപൂൾ
ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. സോ ഹോപ്പ് എന്നൊന്നും പറയാനില്ല, കാരണം ഈ ഒരു സ്ക്വാഡ് വെച്ച് ഇപ്പൊ ബ്രാഡ്ലിയും കൂടി പോയ സ്ഥിതിക്ക് ഇനിയിപ്പം ഈ ഒരു പ്ലേയിങ് 11 അതല്ലാത്ത നമുക്ക് വേറൊരു ഓപ്ഷൻ പോലും ഇല്ല. അതുകൊണ്ട് വലിയ ഹോപ്പ് എന്നൊന്നും പറയുന്നില്ല, ബട്ട് ലുക്സ് ഗുഡ്. കളിക്കുന്ന എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ, ഇത് നമ്മള് സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നമ്മൾ വി ആർ ദ അണ്ടർ ഡോഗ്സ് മൂവിങ് ഫോർവേഡ്, ലെറ്റ്സ് ഷോ ദം അവർ ക്വാളിറ്റി. ആ ഒരു എന്താ പറയാ യൂണിറ്റി കാണുന്നുണ്ട്. അത് മാത്രമായിരിക്കും ഇനി മുന്നോട്ട് പോകാനുള്ളതും. അതെ, ഈ യൂണിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയാനുള്ളത്. എനിക്ക് ഈ മാച്ചിന്റെ കാര്യം പറയുമ്പോഴതിന് മുമ്പ്, മാച്ചിന് മുമ്പുണ്ടായ ഒരു കാര്യമാണ്, ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് നമ്മൾ ഷെയർ ചെയ്ത് വന്ന ഒരു കാര്യമാണ് സുബോസ്ലൈയുടെ ഇന്റർവ്യൂ. സുബോസ്ലൈ കൊടുത്ത ഇന്റർവ്യൂ ഒന്നും കണ്ടിരുന്നില്ലേ? അതില് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഫാൻസിന് തന്നെ പേടിയായി, സംശയം ഇതാ മറ്റേ സല റയൽ മാഡ്രിഡിനെതിരെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് കളിച്ച പോലെയുള്ള അവസ്ഥയാവുമോ എന്നൊക്കെ. പക്ഷെ പിന്നെ അതല്ലാതെ മനസ്സിലായി. അത് സുബോസ്ലൈ പറഞ്ഞത് എല്ലാവരും ആർസണലിൽ ഓൾറെഡി ചാമ്പ്യൻസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, പക്ഷെ ആർസണലിലെ ചാമ്പ്യൻസ് അല്ല എന്നുള്ളത് സുബോസ്ലൈ പറഞ്ഞു. ഞങ്ങളാണ് ചാമ്പ്യൻസ്, ലിവർപൂള് ചാമ്പ്യൻസ്, ആർസണലിലാണ് ചാമ്പ്യൻസിനെ കളിക്കുന്നത് എന്നുള്ള അതിലേക്ക് വന്നു. അപ്പൊ ആ ഒരു സുബോസ്ലൈയുടെ ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു സുബോസ്ലൈയുടെ മാത്രം വേർഡ്സ് ആയിരുന്നില്ല, മൊത്തം ടീമിന്റെ ഒരു മെന്റാലിറ്റിയാണ് അത് വന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം സുബോസ്ലൈയാണ് ഇന്റർവ്യൂ കൊടുത്തെങ്കിലും ഈ പ്ലേയേഴ്സ് എല്ലാവരും ഇരുന്ന് ഈ മാച്ച് നമ്മൾ ചാമ്പ്യൻസ് ആണെന്ന് കാണിക്കണം, നമ്മളാണ് ചാമ്പ്യൻസ് എന്ന് കാണിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വാശിയിൽ കളിച്ചൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സുബോസ്ലൈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് പ്ലേയേഴ്സിന്റെ എല്ലാവരുടെയും മെന്റാലിറ്റി ഉണ്ടായിരുന്നത്. ആ ഫസ്റ്റ് ഹാഫ് ഡിഫെൻഡ് ചെയ്തത് ടാക്ടിക്കലി അതൊക്കെ ആയിരിക്കും, പക്ഷെ ഡിഫെൻഡ് ചെയ്തത് എങ്ങനെയാണ്, നല്ല ഭംഗിയായിട്ട് ഡിഫെൻഡ് ചെയ്തു. അവരുടെ സെറ്റ് പീസ്, നമ്മുടെ ആർസണലിന്റെ സെറ്റ് പീസ് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് നല്ല ടീം ഒരു സ്പിരിറ്റോടുകൂടി ആ ഡിഫിക്കൽട്ട് പീരീഡ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അത് മെന്റാലിറ്റിയുടെ ഗുണം കൊണ്ടാണ്. നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല മെന്റാലിറ്റി, നമ്മൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തത് നല്ല മെന്റാലിറ്റി തന്നെയാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ അവരെ ടയർ ചെയ്യിച്ചതിന് ശേഷം പിന്നെ ആ ടാക്ടിക്സ്, ആ കുറച്ച് കറക്ഷൻസ് ടാക്ടിക്കലായിട്ട് വരുത്തി, പ്രസ്സിങ്ങിന്റെ സ്ട്രക്ചറിൽ അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞ മെന്റാലിറ്റി തന്നെയാണ് ഇവിടെ ആർസണലിന്റെ അവിടെ ചെന്നിട്ട് സെക്കൻഡ് ഹാഫിലെ പൊസഷൻ മുഴുവനും ഡോമിനേറ്റ് ചെയ്ത് അവരുടെ ഫാൻസ്, ലണ്ടനിലെ ഫാൻസ് ഓൾറെഡി ശബ്ദമില്ലാത്ത ഫാൻസ് ആണ്, പക്ഷെ അതിനെ തന്നെ നമ്മൾ നിശബ്ദരാക്കി കളഞ്ഞു. നമ്മുടെ ഫാൻസിന്റെ ശബ്ദം ആയി മാറുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ശരിക്കും ഡോമിനേറ്റ് ചെയ്തു. അത് ഒന്ന് പ്ലേയേഴ്സ് മെന്റാലിറ്റി അവർ കാണിച്ചു, മാത്രമല്ല സ്ലോട്ടിന്റെ ആ ഒരു ടാക്ടിക്കൽ ഇത്, അതിനെ എല്ലാ പ്ലേയേഴ്സും ബാക്ക് ചെയ്തു എന്നുള്ളത് കൂടിയാണ്. അതും കൂടിയായിരുന്നു കുറച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. സ്ലോട്ടിന്റെ പ്ലേയേഴ്സ് സ്വീകരിക്കില്ല, പ്ലേയേഴ്സിന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഈവൻ മെക്കലിസ്റ്റർ പോലും അത് മനസ്സിലാക്കി നല്ല മെക്കലിസ്റ്ററിന്റെ നല്ലൊരു അതാണ് എനിക്ക് തോന്നിയ ഒരു പോസിറ്റീവ്. അതായത് ഗെയിം പ്ലാൻ മാനേജർ എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് ഡിഫെൻസീവ്ലിയും മിഡ്ഫീൽഡിലും കൊണ്ടുവരാൻ പറ്റി. ഫോർവേഡ് ലൈൻസിൽ ഇഫ് ഗാക്പോ ആൻഡ് ഫ്രിംപോങ് ഒരു കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ വി കുഡ് ഹാവ് സ്കോർഡ് എ ഗോൾ ഓർ ടു. അപ്പോ ഈ സീസണിൽ നമ്മൾ കാണാത്തൊരു സാധനം ഈ മാച്ചിൽ കണ്ടു. അതായത് നമ്മുടെ ഈ മാച്ചിലെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ഒരു പ്ലെയറും പാനിക് ആയിട്ടില്ല. നമ്മളിപ്പം ആ ലാസ്റ്റിലെ സെറ്റ് പീസ് വരുമ്പോഴും അതിന് മുമ്പുള്ള അവര് 90th മിനിറ്റ് തൊട്ട് അല്ലെങ്കിൽ 8 മിനിറ്റ് 96 മിനിറ്റ് വരെയുള്ള ടൈമിൽ വി വർ നോട്ട് പാനിക്കിങ്. ഇതുവരെ ഇല്ലാത്ത ഒരു പാനിക് ഉള്ള കളിയിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് വാൻഡൈക്ക് കുറച്ചും കൂടി ഒരു ചാർജ് എടുത്ത പോലെ ഒരു ഫീൽ, എസ്പെഷ്യലി ആഫ്റ്റർ ആ സെറ്റ് പീസ് കോച്ച് പോയ ശേഷം. ഐ തിങ്ക് സ്ലോട്ടും വാൻഡൈക്കും കുറച്ചും കൂടി ഒരു ഓണേഴ്സ് എടുത്ത ഒരു ഫീൽ. ആൻഡ് കൊണാട്ടെ ആൻഡ് കെർക്കേസ് വെർ വെരി ഗുഡ് യെസ്റ്റർഡേ. നമ്മൾ അവരെ പറയണല്ലോ, നമ്മൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന രണ്ട് പ്ലേയേഴ്സ് ആണ്. ഐ ആക്ച്വലി തോട്ട് ദാറ്റ് റോബർട്ട്സൺ വുഡ് പ്ലേ, ബട്ട് കെർക്കേസ് 90 മിനിറ്റ്സും വെച്ചു, നന്നായി കളിച്ചു. ആൻഡ് ഐ തിങ്ക് ഐ സോ എന്താ പറയാ, വേർഡ്സ് ഇന്നലെ കളിച്ച പൊസിഷനിൽ വേർഡ്സ് കളിക്കുന്നത് കണ്ടിട്ട് ഇച്ചിരി ബോബി ഫെർമിനോന് ഓർമ്മ വന്നു. ലൈക്ക് ഹി വാസ് എക്സ്ട്രീംലി ഗുഡ്. ഒരു ക്ലോസ് ക്വാർട്ടേഴ്സിൽ പാസിംഗും. ആൻഡ് ഐ റിയലി ഫീൽ, അതായത് ഫ്രിംപോങ് പകരം സല, ഓൺ ഫോം സല ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ വി വുഡ് ഹാവ് വൺ ദ ഗെയിം എന്ന് പോലും എനിക്ക് തോന്നി.
But again, I think we should have also credit Arsenal. They were quite resilient and ഒരു ചാമ്പ്യൻസ് ഒരു ടൈറ്റിൽ റൺ വെച്ച് നോക്കുമ്പോൾ more or less it was a game they should not have lost. അവരുടെ ഒരു ഇത് വെച്ചിട്ട് അവർ that draw doesn't hurt them as much, especially given സിറ്റിയുടെ ലാസ്റ്റ് രണ്ട് റിസൾട്ട്സ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് അത്ര ബാഡ് റിസൾട്ട് അവർക്കും അല്ല നമുക്കും അല്ല. വേറെ നമുക്ക് ഈ മാച്ചിൽ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ഫോർമേഷൻ ആണ്. കാരണം എസ്പെഷ്യലി സിൻസ് ഇസാക്കും എക്കിറ്റിക്കും ഇഞ്ചുറി ആയതുകൊണ്ട് നമ്മുടെ മാനേജറിന് KSA വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ഈ ഒരു ഫാൾസ് 9 ആയിട്ട് വേർഡ്സും ഈ രണ്ട് വിങ്ങേഴ്സ് വെച്ചിട്ട് ദിസ് വാസ് മോർ ഓർ ലെസ് Jurgen Klopp kind of formation actually, if you look at it. The three midfielders were doing what Klopp's midfield did, and there was a Firmino പോലത്തെ ഒരു പൊസിഷനിലായിരുന്നു നമ്മുടെ Gakpo. The only difference was that we didn't have quality wingers. അവിടെ ഒരു ലൂയിസ് ഡിയാസോ അല്ലെങ്കിൽ സല ഉണ്ടായിരുന്നെങ്കിൽ we could have penetrated much more and created. Your midfield was full of running. 2-3 പേരും ഓടി ചാടി ഡിസ്റ്റൻസസ് കവർ ചെയ്ത് കളിച്ചു. At the same time, we kept possession also. നമ്മൾ ഗങ് ഹോ അറ്റാക്ക് പോയിട്ടില്ല. So I feel this was what the team was comfortable doing. Overall, എന്താ പറയാ, നമ്മൾ പറയില്ലേ ഒരു മാച്ച് കണ്ടിട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഫീലിംഗ് അല്ലെ? കഴിഞ്ഞ നമ്മുടെ പോഡ്കാസ്റ്റിൽ തന്നെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ, കളി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു കുറച്ചായിട്ട്. റിസൾട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ടും കിട്ടുന്നില്ല, പക്ഷെ അപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ലിവർപൂൾ കളി കാണണം എന്നുള്ളത്. ആ ഒരു ഫീലിംഗ് മാറി കിട്ടിയ ഒരു കളിയായിരുന്നു അത്. ആൻഡ് പ്രോപ്പർ ഗെയിം ആക്ച്വലി. ന്യൂട്രലിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഗെയിമാണ്. ഫസ്റ്റ് ഹാഫ് ആർസണൽ കുറെ എന്താ പറയാ അറ്റാക്കിംഗ് ത്രെറ്റ്സ് ഉണ്ടായിരുന്നു. സാക്ക ഹാഡ് കെർക്കസിനെ ഇനീഷ്യലി ആദ്യത്തെ 10 മിനിറ്റ് സാക്ക ഡ്രാഗ്ഡ് കെർക്കസ് അലോങ്. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വി സ്റ്റാർട്ടഡ് ഡോമിനേറ്റിംഗ് കൺട്രോളിങ്. സോ ഒരു ഈക്വൽ ഗെയിം പോലെയാണ് ഇവൻച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിലും പൊസിഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ബട്ട് ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ക്ലോസ് ഓഫ് എൻ ഈക്വൽ ഗെയിം, ഒരു 2 ഹാഫ് പോലെ. എനിക്ക് തോന്നുന്ന ഒരു പ്രോപ്പർ യൂറോപ്യൻ അവേ ഗെയിമിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്യും നമ്മള് കഴിഞ്ഞ സീസണില് സിറ്റിയുടെ കൂടെ ഇങ്ങനെ ഒരു ഫോർമേഷൻ കളിച്ചിരുന്നു, ഒരു 4-6-0 എന്നുള്ള രീതിയിൽ. അതേ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ മിഡ്ഫീൽഡ് ഒരു ശരിക്കും ബോക്സ് ആക്കുക ചെയ്ത് ബോക്സ് മിഡ്ഫീൽഡ് തന്നെയായിരുന്നു. ആ 4 പേര് അവിടെ കട്ട് ചെയ്ത് അവരുടെ പാസിംഗ് ലൈൻസ് ഒക്കെ കട്ട് ചെയ്ത് ആ സൊബോസ്ലയും വേർഡ്സും സെന്ററില് നേരെ അവരെ പ്രസ് ചെയ്യുന്ന രീതിയിലേക്ക്, അതുപോലെ ഗാക്പോയും കുറച്ച് ഇറങ്ങി നിന്നു ഫ്രിംഗ്പോങ്ങും. അപ്പൊ അങ്ങനെ മൊത്തത്തില് അവരുടെ പാസിംഗ് റേഞ്ചസ് ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് അതോടുകൂടിയാണ് അവര് പണിയായത്. അവർക്ക് ആ മറ്റേ ഡിഫൻഡേഴ്സ് സെന്റർ ബാക്സിന് ചിലപ്പോൾ ലോങ് കിക്ക് എടുക്കുന്നതൊക്കെ കണ്ടു നമ്മൾ ഇടയ്ക്ക്. അവർക്ക് അവരുടെ പ്ലേയിങ് സ്റ്റൈൽ ഫുൾ അങ്ങ് ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ പൊസിഷൻ സ്ട്രക്ചറും അതൊക്കെ. അത് കാരണം സെന്ററിൽ കൂടെ അവർ പന്ത് അഡ്വാൻസ് ചെയ്തിട്ടേ പറ്റിയിട്ടില്ല അങ്ങനെ കളിയിട്ട്. അവരൊക്കെ സൈഡിലേക്ക് പോയിട്ടൊക്കെ ചെയ്തിരുന്നത്. സുബിമെന്റിയുടെ അതിലേക്കുള്ളതാണ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞത്. അങ്ങനെ അവരുടെ സ്ട്രെങ്ത് എന്താ അത് മനസ്സിലാക്കി കട്ട് ചെയ്ത് കളഞ്ഞു. മാത്രമല്ല നമ്മുടെ പ്ലേയിങ് പാസിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു. അവര് ഡ്രോപ്പ് ഡൗൺ ചെയ്തപ്പോ ആർസണൽ ടീം ഫുൾ ഒരു നമ്മൾ കഴിഞ്ഞ ലീഡ്സിന്റെ എതിരെയോ ഫുള്ളാമിന്റെ എതിരെയൊക്കെ കളിച്ച പോലെ അവർ ഫുള്ള് ബോക്സിൽ കയറി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാധനം വന്നു. അപ്പൊ നമ്മൾ ആക്ച്വലി ഈ കഴിഞ്ഞ കളികളിലൊക്കെ പാസ് ചെയ്ത രീതിയിലൊക്കെ തന്നെയാണ് അഡ്വാൻസ് പൊസിഷനിൽ നമുക്ക് പൊസിഷൻ ഉണ്ടായിരുന്നപ്പോ പാസ് ചെയ്തത്. അത് കുറച്ചുകൂടി ക്വിക്കറായി, കുറച്ചുകൂടി ഇൻസിസീവായി നമ്മൾ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ പ്ലേയേഴ്സിന് ഇതൊക്കെ മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുക എങ്ങനെയാണ് നമ്മൾക്ക് പാസ് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള കളികളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക ട്രാൻസിഷനാണ്. അല്ല ഞാൻ ഫോർമേഷൻ ഇത് തന്നെയാണോന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് അത് തന്നെയല്ല. നമ്മുടെ സ്ലോട്ട് ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണ് കളിക്കുള്ളൂ. അതിപ്പോ എക്കിറ്റിക്കെ തിരിച്ചു വന്നാലും നമ്മൾ ഈ 4-4-2 ബോക്സ് തന്നെയായിരിക്കും. അതില് ഈ 2 സ്ട്രൈക്കേഴ്സിൽ ഒരാളായിട്ട് ചിലപ്പോ വേർഡ്സിനെ കളിപ്പിക്കാനുള്ള സാധ്യത ഇനി വരാം. ഒരു ഫോൾസ് 9 രീതിയിൽ എക്കിറ്റിക്കെ സെന്ററിലായിട്ടുള്ള അതിലേക്കാണ് നമ്മുടെ ഫോർമേഷൻ പോകാനുള്ള സാധ്യത. അല്ലാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ചത് സ്പെഷ്യൽ ഒക്കേഷൻ, നമ്മൾ സ്ട്രോങ് ടീംസിന്റെ അടുത്ത്
എവേ മാച്ചിൽ കളിക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമേഷനാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അത്രേ ഉള്ളൂ. മറ്റേത് നമ്മള് സ്ഥിരം കളിക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും 4-4. ഇന്നലെ കളി കണ്ടിട്ട് 4 മണിയായി കിടന്നുറങ്ങിയപ്പോ ഉറക്കം വരുന്നുണ്ട്. അല്ല, വേറൊരു പോയിന്റ്, ഹൗ മച്ച് ഫ്രിംപോങ്ങിന്റെ ഒരു, ഇന്നലെ ഫ്രിംപോങ് കുഡ് നോട്ട് ഗിവ് ദ ഫൈനൽ ബോൾ, ബട്ട് ഫ്രിംപോങ്ങിന്റെ ഒരു സ്പേസും നമുക്കൊരു ഔട്ട് ബോൾ ആയിട്ട് ഫ്രിംപോങ്ങിന്റെ പേസ് വന്നോടുകൂടി വി ആർ ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഈ ബോൾ. നമ്മൾ സ്ഥിരം പറയുന്ന സാധനമല്ലേ, വെണ്ടയ്ക്ക് കൊണാട്ടെ കൊടുക്കുന്നു, കൊണാട്ടെ വെണ്ടയ്ക്ക് കൊടുക്കുന്നു, കൊണ്ടായിട്ട് മറ്റേ ഗ്രാവൻ ബോച്ചിന് കൊടുക്കുന്നു, ഗ്രാവൻ ബോച്ച് നേരെ മെക്കാനിസിന് കൊടുക്കുന്നു. അതിൽ നിന്ന് ഒരു ഔട്ട് ബോൾ വന്ന പോലെ ഫീൽ വന്നു. അതായത് വല്ലപ്പോഴും വി കൻ ജസ്റ്റ് ഹിറ്റ് വൺ അക്രോസ്, പുള്ളി അവിടേക്ക് ഓടി. അതിനിപ്പോ എനിക്കിപ്പോ ആലോചിച്ചപ്പോ ഒരു സിനിമയുടെ പേര് തോന്നി പെട്ടെന്ന്, ട്രയാങ്കിൾ ഓഫ് സാഡ്നെസ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ പാസുകളെ നമുക്ക് കാണുമ്പോ ഒരു സാഡ്നെസ്, ഒരു ട്രയാങ്കിൾ ഓഫ് സാഡ്നെസ് ആണ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. ആ ഡയഗണൽ വന്നപ്പോ തന്നെ നമ്മുടെ കളി ഇംപ്രൂവ് ആയി. അവിടെയാണ് ശരിക്കും നമുക്ക് ഗാക്പോന്റെ സ്ഥലത്ത് ഒരു നല്ലൊരു വിങ്ങർ ഉണ്ടെങ്കിൽ ഈ സൈഡിലും അതുപോലെ നമുക്ക് ഒരു ഔട്ട് ബോൾ കിട്ടുമായിരുന്നു. പക്ഷെ സെമന്യോ സിറ്റിയിലോട്ട് പോയി, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി ആലോചിച്ച കാര്യമില്ല. വേറെ ആരെങ്കിലും വന്ന സ്ലോട്ടിനും ബാർക്കോളയും വേണമെന്നൊക്കെ പറയുന്നുണ്ട്, നോക്കാം. എനിവേ, I think we touched upon most of the things. I think we can talk a bit of Arsenal now. I think ആർസണലിന് ഒരു ഗോൾ സ്കോറിംഗ് നമ്പർ 9 ഇല്ലാത്തതിന്റെ കുറവ് ഇന്നലെ നല്ലോണം കാണാൻ പറ്റി. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ദാറ്റ് ഇപ്പം നമ്മൾ വേർഡ്സിനെ വേറെ ഫാൻസ് ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വേർഡ്സ് എന്നൊരു പ്ലെയറിനെ അവൻ നമ്പേഴ്സ് വെച്ച് ജഡ്ജ് ചെയ്യാവുന്നതാണ്. ഗോൾസ് ആൻഡ് അസിസ്റ്റ്സ് ആർ നോട്ട് ഹൈ, ബട്ട് ഈസ് പ്ലേയിങ് വാട്ട് ഈസ് ആസ്ക്ഡ് ടു പ്ലേ. ഒരു 100% സക്സസ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഗ്യോക്കെറേസ് ആൻഡ് ഇസാക്ക് കളിച്ചിട്ടേ ഇല്ല. സോ പ്യൂർലി ഓൺ ഗ്യോക്കെറേസ് I think Arteta is waiting extremely impatiently for Havertz. Havertz is fully fit ആവാൻ, കാരണം I don't see Gyökeres playing much after Havertz is fit, അല്ലേ? അതിൽ പക്ഷെ ഇത് എന്താ പറയാ, നമ്മള് എപ്പോഴും പറയാറുണ്ടല്ലോ, Arteta doesn't want a number 9 as such. ഗ്യോക്കെറസിനെ സൈൻ ചെയ്യുമ്പോ തന്നെ അതൊരു പ്ലാൻ ബി ആണ്, പ്ലാൻ എക്കുള്ള ഒരു സ്ട്രൈക്കർ ആയിട്ട് തോന്നിയിട്ടില്ലല്ലോ. എപ്പോഴും അവരെ നോർമൽ സാധനം സെറ്റ് പീസ് ഉണ്ടാവണം. സെറ്റ് പീസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ സാക്ക, മാർട്ടിനെല്ലി, അല്ലെങ്കിൽ ട്രോസാർഡ്, ഇതാണ് അവരുടെ ഓപ്ഷൻ. അതും നടന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു മൂന്നാമതൊരു ഓപ്ഷൻ എന്ന രീതിയിലാണ് ഗ്യോക്കെറസ് ഉള്ളത്. പക്ഷെ ലുക്സ് ലൈക്ക് അതിലിപ്പം ഗ്യോക്കെറസ് എന്ന് പറയുമ്പോൾ നമുക്ക് അമോറിന്റെ സിസ്റ്റത്തിൽ സെസ്കോ കളിക്കുന്നില്ലേ, ആ ഒരവസ്ഥയാണ്. പ്ലെയർ ഉണ്ട്, പക്ഷെ ആ പ്ലെയറിനനുസരിച്ചല്ല കളിക്കുന്നത്. നമ്മൾ തന്നെ പറയുന്നത് ഇസാക്ക് ഉണ്ട് നമുക്ക്, വി ഡോണ്ട് നോ ഹൗ ടു പ്ലേ വിത്ത് നമ്പർ 9. അതേ സിറ്റുവേഷൻ ആർസണലിലുണ്ട്. ആർസണൽ ഡസന്റ് നോ ഹൗ ടു പ്ലേ വിത്ത് നമ്പർ 9. പക്ഷെ ആർസണല് നമ്പർ 9 വെച്ച് കളിക്കാൻ അറിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നം അവർക്ക് എന്താ വെച്ചാൽ അവര് ഈ കുറെ സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ സൊല്യൂഷൻസ് അല്ല, വീണ്ടും പ്രോബ്ലംസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ പൊസിഷനിൽ. അല്ല ഞാൻ പറയാം, ഗബ്രിയൽ ജീസസ് വന്നപ്പോ ആള് ശരിക്കും ഫോർവേഡ് അല്ല, സിറ്റിയിൽ അങ്ങനെയല്ല കളിച്ചിരുന്നത്, നേരെ ഫോർവേഡ് അല്ല. പക്ഷെ ആളെ കൊണ്ടുവന്ന് ഫോർവേഡ് കളിപ്പിച്ചു, അത് സക്സസ് ആയില്ല. എന്നിട്ട് അടുത്ത പ്ലെയറെ പോയി സൈൻ ചെയ്തു, ഹാവേർട്സിനെ കൊണ്ടുവന്നു. ഹാവേർട്സ് ഫോർവേഡ് അല്ല, പക്ഷെ ഫോർവേഡ് കളിപ്പിച്ചു, ഹാവേർട്സിനെ മാറ്റി. പിന്നെ മെറീനോ വന്നിട്ട് മെറീനോനെ ഫോർവേഡ് കളിപ്പിച്ചു, അത് ഇല്ല. അപ്പൊ വിചാരിച്ചിരുന്ന വീണ്ടും കാശ് ഇറക്കാം, വീണ്ടും കാശ് കൊടുത്ത് ഗ്യോക്കെറസിനെ മേടിച്ചു, ഗ്യോക്കെറസിനെ ഫോർവേഡ് കളിപ്പിക്കണു, അത് വർക്കാവില്ല. ഇനിയിപ്പോ എന്താ അവര് അടുത്ത ഇവരെല്ലാവരും ഇഞ്ചുറി ആയപ്പോ വേഗം പോയി എസ്എ മേടിച്ചു. എസ്എ ഇടയ്ക്ക് അവിടെ ഫോർവേഡ് കളിക്കാറുണ്ട്, പക്ഷെ അത് കളിപ്പിച്ചില്ല. ഇനിയിപ്പോ എന്താ ആഴ്സണലിൽ അടുത്ത സമ്മർ ആകുമ്പോ വീണ്ടും കുറെ കാശ് കൊടുത്ത് വേറെ ഫോർവേഡിനെ മേടിക്കും, അതും ഇതുപോലത്തെ ആർസണലിന് ഹാവേർട്സും മെറീനോ പോലത്തെ ഒരു നമ്പർ 9 ആണ് പുള്ളിക്ക് ആവശ്യമുള്ളൂ. ഒരു ഹൈറ്റ് ഉള്ള, വെയിറ്റ് ഉള്ള, ഒരു കോർണറും ഫ്രീ കിക്സിലും വരുന്ന, പ്ലസ് ഒരു അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സെൻട്രൽ ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഗ്യോക്കെറസ് ഈസ് ദാറ്റ് ഗൈ ഫോർ ദം. അതോടൊപ്പം തന്നെ എസയുടെ ഫോം ഇസ് ഓൾസോ സർപ്രൈസിങ്, അല്ലേ? കാരണം എസെ ഹാഡ് എ വെരി ഗുഡ് സ്റ്റാർട്ട്, ബട്ട് ഒഡേഗാർഡ് ഫിറ്റ് ആയതോടുകൂടി എസയുടെ റോള് നന്നായി കുറഞ്ഞു. ആൻഡ് ഐ റിയലി ഫെൽറ്റ് എസെ വുഡ് പ്ലേ അഹെഡ് ഓഫ് മദുവയ്ക്ക്,
But Madueke is actually playing ahead of Eze now. പക്ഷെ അതിലൊരു കാര്യം വെച്ചാല് ഈ എസയും ഒഡേഗാർഡും വരുമ്പോൾ രണ്ടാളും നമ്പർ 10 ആണ്. അപ്പൊ രണ്ടിനെയും വെച്ചാൽ സ്റ്റെബിലിറ്റി പോകുന്നുള്ള പേടി കാരണം ഒരാളെ ഡ്രോപ്പ് ചെയ്യണം. ക്ലബ് ക്യാപ്റ്റൻ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല ഫോർ നൗ. അതുകൊണ്ട് എസ് ഈസ് ഓൺ ദ ബെഞ്ച്. ഈ നോ ഓഫൻസ് ടു ഒഡേഗാർഡ്. ഒഡേഗാർഡ് വന്നതിന് ശേഷം ഫുൾ ബെഞ്ചിലാണ്. ബെഞ്ചിൽ നിന്നും പുറത്ത് കഴിഞ്ഞ ദിവസമാണ് കുറച്ച് നേരം കളിച്ചത്. നമ്മുടെ ഈ പ്രശ്നം ഐ തിങ്ക് അവരുടെ ഈ പ്രശ്നം ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുമ്പോ പോവും. കാരണം ദേ വിൽ ഹാവ് ടു പ്ലേ. അവിടെയാണ് നമുക്ക് പ്രശ്നം വരിക. നമുക്കില്ല, നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഇവരെന്നെ ഉള്ളു അവിടെ ഇവിടെ. അല്ല, പിന്നെ വേറൊരു വശം ഉണ്ട്. വേറൊരു വശം കൂടി ഉണ്ട്. ഒഡേഗാർഡ് ഇതിനു മുമ്പ് ഈ എസ് എ സൈനിങ്ങിന് മുമ്പ് ഒഡേഗാർഡ് ആണല്ലോ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഒഡേഗാർഡ് ഭയങ്കര മോശം ഫോം ആയിരുന്നു. ആഴ്സണൽ ഫാൻസ് എല്ലാവരും ഇപ്പൊ കാണുന്നവർക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആഴ്സണൽ ഫാൻസ് കാണാറുണ്ടല്ലോ. ഭയങ്കര മോശമായിട്ട് ഒഡേഗാർഡിനെ കുറിച്ച് പറയാറുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ. ആഴ്സണലിന്റെ ചില ഫ്രണ്ട്സ് പറയാറുണ്ട്. പക്ഷെ എസ് എ വന്നതിന് ശേഷം എസ് എ ആ പൊസിഷൻ എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഒഡേഗാർഡിന്റെ കളി മാറി. ഒഡേഗാർഡ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗുണം ആഴ്സണലിൽ ഉണ്ടായിട്ടുണ്ട്. സ്കോഡ് ഇമ്പ്രൂവ് ആയപ്പോ ആ പൊസിഷനിൽ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോ അത് വ്യത്യാസം. ആ കോമ്പറ്റീഷൻ പക്ഷെ നല്ല വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ആഴ്സണൽ ആയതുകൊണ്ട് അതൊക്കെ ചെയ്യാം. പക്ഷെ ആരും ചോദിക്കില്ല. നമ്മള് ലിവർപൂളോ അല്ലെങ്കിൽ സിറ്റി കാശിറക്കിയാലേ ഫാൻസ് ചോദിക്കുള്ളൂ. ആഴ്സണൽ എത്ര പൈസ കൊടുത്ത് ഒരു കപ്പ് പോലും അടിച്ചില്ലെങ്കിലും ആരും ഒന്നും ചോദിക്കാൻ പോകില്ല. അങ്ങനെ ഒരു സമാധാനം. അവരുടെ ഫാൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഫാൻസ് ചോദിക്കുന്നുണ്ട് അവരെ മാനേജറോട്. നമ്മളോട് അതർ ഫാൻസിനോട് അവരത് പറയില്ലെങ്കിലും ആഴ്സണൽ പേജസിൽ എപ്പോഴും പൈസ സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് അവിടെയാണ് നമ്മുടെ ടൈറ്റിൽ ചാലഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 points ആണ് ഗ്യാപ്പ്. സിറ്റി ആൻഡ് ബോത്ത് സിറ്റി ആൻഡ് ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ല ഐ ജെനുവൻലി തിങ്ക് വിൽ ഫോൾ അവേ. അത് ഇത് സസ്റ്റൈനബിൾ ആയ ഒരു പേസ് അല്ല. സിറ്റി looked extremely ordinary against നമ്മുടെ Brighton, I guess. Yeah, 3 draws. പക്ഷെ സെമന്യോ ഇന്ന് സൈൻ ചെയ്തു. സെമന്യോ, ഹാലൻഡ്, ഡോക്കു അല്ലെങ്കിൽ ഫോഡൻ, ചെർക്കി, റൈൻഡേഴ്സ്. ഒരു 6 point gap is not a huge gap. പക്ഷെ ക്യാൻ സെമന്യോ ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ്? കാരണം നമുക്കറിയാം മാർമൂഷ് വന്നപ്പോ ഭയങ്കര ഫോമിലായിരുന്നു, അവിടുന്ന് തണുത്തുപോയി. അൽവരസ് വന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ നമ്പർ 9 അല്ല, ഹി ഈസ് എ വിങ്ങർ. സോ അവിടെ കളിക്കാൻ സ്ഥലമുണ്ട്. എനിവേ സെമന്യോ ഇസ് ആൻ അപ്ഗ്രേഡ് ഓൺ ഡോക്കു. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതെ. സോ ഐ തിങ്ക് ഹി വിൽ പ്ലേ ഓൺ ദാറ്റ് സൈഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡോക്കു. സെമന്യോ വിൽ കം ആൻഡ് ഹാലൻഡും അപ്പുറത്ത് ഫോഡനും അല്ലെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ദ ഫോർമേഷൻ. ആൻഡ് സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഗ്വാർഡിയോള ഇസ് ഔട്ട് ഫോർ ദ സീസൺ അപ്പാരന്റ്ലി. അവരുടെ ഡിഫൻസ് ആണ്. ആൻഡ് ദേ ട്രൈയിങ് ടു സൈൻ ഗേഹി, ദേ ട്രൈയിങ് ടു സൈൻ ഷ്ലോട്ടർബാക്ക്. അങ്ങനെ കുറെ ഓപ്ഷൻസ് അവർ നോക്കുന്നുണ്ട്. സിറ്റി ആണ് ടൈറ്റിൽ ചാലഞ്ചേഴ്സ് എന്നാണ് ഇത്. ആസ്റ്റൺ വില്ല ഡ്രോൺ. ഐ തിങ്ക് സിറ്റിനെ കുറിച്ച് എന്താണ്? സിറ്റി എന്താ പറയാ, ഒരു പേർപ്പിൾ പാച്ച് കഴിഞ്ഞു ഫോർഡന്റെ. അതോടെ വീണ്ടും ഹാലൻഡ് ഓർ നത്തിങ് ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ അവരെ യൂഷ്വലി എന്താ വെച്ചാൽ അവർക്ക് ഒരു ഹാലൻഡ് ഒരു ഗോൾ അടിച്ചാലും മതിയാവുമായിരുന്നു. ഡിഫൻസ് വാസ് ഓക്കെ. ഇപ്പൊ ഡിഫൻസ് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഹാലൻഡ് ഹാസ് ടു സ്കോർ വേ മോർ ദാൻ യൂഷ്വൽ. അവരെ വേറെ ഔട്ട്ലെറ്റ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് അവരിപ്പോ ഉള്ളത്. വേറെ ആരുണ്ട് ഗോൾ അടിക്കാൻ? ആ ഒരു അവസ്ഥ മാറണം. ഇപ്പൊ സെമന്യോ വന്ന് മാറ്റിയാൽ മാത്രം ഒരു ടൈറ്റിൽ ചാലഞ്ചേഴ്സ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ആർസണൽ ത്രൂ ആൻഡ് ത്രൂ. അതന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സെമന്യോ കഴിഞ്ഞ മാച്ച് ഞാൻ ഗ്രൂപ്പിൽ കമന്റ് ചെയ്തല്ലോ, സിറ്റി മാച്ച് അവർ ആ ഡ്രോയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേ ആർ ഓൾറെഡി മിസ്സിങ് സെമന്യോ മിസ് ചെയ്ത് തുടങ്ങി സൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ഒരു പ്ലെയർ അവർ എന്തായാലും മേടിക്കാൻ ഉറപ്പ് സ്ഥിതിക്ക് അവർ ജനുവരി 1 തീയതി സൈൻ ചെയ്തിരുന്നെങ്കിൽ ലാസ്റ്റ് 3 games അവർ ഡ്രോ ആവില്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അവർക്ക് ആ കളികളിൽ, ആ ഡ്രോയിലേക്ക് പോയ കളികളിൽ ജയിക്കായിരുന്നു. ആഴ്സണലിനെ കുറച്ചും കൂടി അടുത്തേക്ക് എത്തായിരുന്നു. അപ്പൊ അതൊരു അവർ ചെയ്തതൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. ആ ലാസ്റ്റ് മിനിറ്റ് വിന്നർ ബോൺമത്തിന് കൊടുത്ത് സെമന്യോ ജയിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ.
അപ്പൊ അങ്ങനെയാണ് അവിടെ ഒരു ഇതുണ്ടായത്. ഒരു ഡിലേ, ആഴ്സണലിന് പണി കൊടുക്കാൻ വേണ്ടി ഡിലേ ചെയ്തു, പക്ഷെ അതുകൊണ്ട് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യണ ആഴ്സണൽ തന്നെയാണ്. ആഴ്സണലിന്റെ ഫോർവേഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫോർവേഡ്സ് അല്ല അവരുടെ ഗോൾ സ്കോറിംഗ് ത്രെറ്റ്. അവരുടെ ഗോൾ സ്കോറിംഗ് ത്രെറ്റ് ആയിട്ടുള്ള പ്ലെയർ തിരിച്ചു വന്ന് ഗോൾ അടിച്ചു 2 കളിയിൽ. ഗബ്രിയേലാണ് അവരുടെ ഗോൾ സ്കോറിംഗ് ത്രെറ്റ്. അപ്പൊ അത് ഇനി ആഴ്സണലിന് അതാണ് ഏറ്റവും അവരുടെ സ്ട്രെങ്ത്. അതാണ് അവരുടെ സ്ക്വാഡിലും ഗബ്രിയലിന്റെ ഗോൾ സ്കോറിംഗ് ത്രെറ്റും. ഇതാണ് ആഴ്സണലിന്റെ എനിവേ സൊബോസ്ലായ് പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ഡൺ യെറ്റ്, ഇറ്റ്സ് ലോങ് വേ ടു ഗോ. ഹാഫ് വേ ആയിട്ടുള്ളൂ. ഇനി ചാമ്പ്യൻസ് ലീഗ് വരാനുണ്ട്, അങ്ങനത്തെ മാച്ചസ് വരാനുണ്ട്, ഇന്റർനാഷണൽ ബ്രേക്ക് വരാനുണ്ട് മാർച്ചിൽ. സോ ലോട്ട് ഓഫ് തിങ്സ് ടു കം. ഓൺ ദാറ്റ് നോട്ട് ഐ തിങ്ക് വിൽ മൂവ് ഓൺ ടു ദ മാനേജർലെസ് ടീംസ്. ചെൽസി യുണൈറ്റഡ്. ചെൽസിക്ക് ഇന്ന് മാനേജർ ഉണ്ടായി. നമ്മള് പ്രീമിയർ ലീഗ് റിവ്യൂവിന്റെ കാര്യം ഇതില് പറയുമ്പോ നമ്മൾ വേറെ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ഇഗർ തിയാഗോന്റെ ഫോമാണ്. ഇഗർ തിയാഗോ ബ്രസീലിയൻ ഫോർവേഡ് ബ്രെൻഫോർഡിലെ. അത് ഇപ്പോ കഴിഞ്ഞ 2 കളിയായിട്ട് 5 ഗോളാ 2 കളിയിൽ. ഇപ്പോ ഹാലൻഡിന്റെ അടുത്തേക്ക് എത്താൻ ആയിക്കൊണ്ടിരിക്കുക ഗോൾ സ്കോറിംഗ് ഇതില്. അപ്പൊ അത്രയും ഗോളുകൾ 16 ആയിരുന്നു അല്ലെ, 16. എന്തായാലും അതൊരു ഡിഫറെന്റ്. ബ്രെൻഫോർഡിന് നമ്മൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 8 ഒരു സ്റ്റാറ്റ് ഉണ്ട്. കഴിഞ്ഞ 8 ഇയറില് 8 വർഷങ്ങളിൽ 20 കൂടുതൽ ഗോൾ അടിച്ച 5 പ്ലേയേഴ്സ് അവർക്കുണ്ട്. 5 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു പ്ലെയർ അവരുടെ കൂടുതലായിട്ട്. നമ്മള് തുടക്കം പറഞ്ഞത് ഈ ബ്രെൻഫോർഡ് റെലിഗേറ്റ് ആവാൻ സാധ്യതയുള്ള ടീമുകളിലായിരുന്നു ഞാൻ തന്നെ പറഞ്ഞത്. പക്ഷെ ഇപ്പോ 5th എത്തിയവര് കഴിഞ്ഞ കളി ജയിച്ചോളൂ. നല്ല ഫോമിലാണ്, നല്ല അതെ. അപ്പൊ അതന്നെ വെരി ഗുഡ് ഗെയിം അഗൈൻസ്റ്റ് സണ്ടർലാൻഡ്. നമ്മൾ സണ്ടർലാൻഡിൽ ഹൈപ്പ് ചെയ്ത് അവസാനം ബ്രെൻഫോർഡ് ആയിരിക്കും 5th. ചെൽസി വേഴ്സസ് കണ്ടിരുന്നോ? ചെൽസി മാച്ച് കണ്ടിരുന്നു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ആ കോച്ചിന് കളിയിലും കൂടുതൽ നല്ലത് കോച്ചിന്റെ ഫ്യൂച്ചർ കോച്ചിന്റെ എക്സ്പ്രഷൻ കാണാനായിരുന്നു. പിടിക്കും അതാ പോയി. കുറെ ഓപ്ഷൻ നല്ല രസമുണ്ടായിരുന്നു അയാളെ എക്സ്പ്രഷൻ കാണാൻ. ഇനിയിപ്പോ അയാളെ ടച്ച് ലൈനിൽ വന്നാൽ കണ്ടറിയണം ഇനി ഇതേ എക്സ്പ്രഷൻ തന്നെയാണോ മുന്നോട്ട്. മാച്ചസ് കണ്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് ഐ ലൈക്ക് ഹിസ് പ്ലെയർ. പനിച്ചലി എന്നൊരു സ്ട്രൈക്കർ ഉണ്ട്, അവർക്ക് നല്ല കളിയാണ്. ചെൽസിയുടെ കാര്യം പറയുന്നത് റെഡ് കാർഡിന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. കഴിഞ്ഞ കളി വീണ്ടും ഒരു റെഡ് കാർഡ്. അത് മെലസ്ക പ്രോബ്ലം അല്ല ഇപ്പൊ അല്ലെ? ചോദിച്ചു വാങ്ങിയ റെഡ് കാർഡ് പോലെയാണ്. കൈ അങ്ങനെ ഉണ്ട് പിടിച്ചു വലിക്കല്. അത് എന്താ ചെയ്യ, ലാസ്റ്റ് ഡിഫൻഡർ ആണ് അത്. മറ്റേ എവർട്ടൺ മാച്ചില് 2 റെഡ് കാർഡ് ഉണ്ടായിരുന്നു. ഗ്രീനിഷ് റെഡ് കാർഡാണ് അടിപൊളി. ചോദിച്ചു ക്ലാപ്പ് ചെയ്ത് വാങ്ങിയത്. കൈയടിച്ച് തന്നോളൂ. ചെൽസി മാച്ചിൽ നമ്മൾ ചെൽസിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഐ തിങ്ക് വി ഹാവ് ടു ഗിവ് എ ലോട്ട് ഓഫ് ക്രെഡിറ്റ് ടു ഫുള്ളം. ഫുള്ളം ഹാവ് ബീൻ റിയലി ഗുഡ് ഓവർ ദ ലാസ്റ്റ് 1.5 months. Again, purple patch, Wilson. Harry Wilson more or less every game. ഒന്നെങ്കിൽ ഗോൾ അടിക്കുന്നു അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നു. ഞാൻ ആക്ച്വലി ഫുള്ളം അവരുടെ 3 കീ പ്ലേയേഴ്സ് ആണ് ആഫ്കോണിന് പോയത്. ഞാൻ വിചാരിച്ചു അവര് താഴേക്ക് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ അവരത് ബാധിച്ചിട്ടില്ല. അവര് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടന്റ് വേറെ ഫിക്സ്ചർ വന്നത് വെസ്റ്റ് ഹാമിന്റെ ആണ്. വെസ്റ്റ് ഹാം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. വെസ്റ്റ് ഹാമിന്റെ പൊസിഷൻ ആകെ പരിതാപകരമായിട്ട് സെക്കൻഡ് സാക്കിംഗ് കിട്ടുന്നൊക്കെ പറയുന്നു. സെക്കൻഡ് സാക്കിംഗ് ഒക്കെ സെക്കൻഡറി പ്രോബ്ലം ആണ് ശരിക്കും. അവര് റെലഗേറ്റ് ആയി പോകുന്നുള്ള അതുകൊണ്ട് തന്നെ എന്തായാലും അതന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു അറ്റാക്ക് ബേസ് ആയിട്ട് ടീം ഉണ്ടാക്കുന്ന സമയത്താണ് ആ മാനേജർ അങ്ങനെ വന്ന് ഡിഫൻസ് അങ്ങനെ എന്തോ ഇല്ല. അധികം കാര്യമില്ല. നമ്മൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ കാര്യം പറഞ്ഞു. അറ്റാക്കിംഗ് ടീമില് ഇൻഡയച്ച് വന്ന കാര്യം അതല്ല. വെസ്റ്റ് ഹാമിന്റെ കാര്യം തന്നെ ശരിയാ. വെസ്റ്റ് ഹാമിനോട് പറഞ്ഞത് കൂടെ തോറ്റുന്നുള്ള കാര്യം. അതെ, അവരുടെ വൂൾസിന്റെ കൂടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ റെലിഗേറ്റ് ആകും. അല്ലാണ്ട് ആ മാച്ച് തുടങ്ങിയപ്പോ ഞാൻ കണ്ടിരുന്ന മാച്ച് തുടങ്ങുമ്പോ വെസ്റ്റ് ഹാം വരെ ക്രൂസ് കൺട്രോൾ. അതായത് വെസ്റ്റ് ഹാമിനായിരുന്നു എല്ലാ ചാൻസും. അവരെല്ലാം ക്രിയേറ്റ് ചെയ്തു. ബട്ട് ടുവേർഡ്സ് ദി എൻഡ് അവന്മാരടിച്ചു, കളി കഴിഞ്ഞു, പോയി.
പക്ഷെ അവർക്ക് ഇതാണ് ഇപ്പം അവരുടെ ഫോം അത്രയും ഡൗൺ ആണ്. അപ്പൊ അതുകൊണ്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ആണ്. അവർ ഒരു ഗോൾ വാങ്ങുമ്പോഴേക്ക് പിന്നെ കംപ്ലീറ്റ്ലി കൈവിട്ട അവസ്ഥയാണ്. പിന്നെ അങ്ങോട്ട് സെൽഫ് ഡിസ്ട്രക്ട് മോഡിലാണ് അവർ പോകുന്നുള്ളത്. ആക്ച്വലി ഗെയിം ഓഫ് ദ വീക്കെൻഡ് വാസ് ന്യൂകാസിൽ ആൻഡ് ലീഡ്സ്. അതെനിക്ക് ഗെയിം ഓഫ് ദ വീക്ക് ആയിട്ടല്ല തോന്നിയിട്ടുള്ളത്. അതാണ് ബാറ്റിൽ ഓഫ് 2 വേഴ്സ്റ്റ് ടീംസ് എന്ന് പറയുന്നത്. ആര് വേണം എങ്ങനെ വേണേലും അടിച്ച് ഞങ്ങൾ ഗോൾ കൺസിഡർ ചെയ്ത് തരാന്നുള്ളത്. അതെ. And Newcastle last 3 matches they've won and they're almost there close to top 4. Eddie Howe he was under real pressure, but now slowly the season is looking. Visa started scoring goals. Visa പോവാത്ത അവർക്ക് വലിയൊരു കിട്ടലായി. കാരണം അല്ലെങ്കിൽ വിസയും കൂടി ഇല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടിയാണ്. But I think slowly Newcastle are coming back to the fold. Overall, I think we've covered all the game. United game. പക്ഷെ അതില് ഒരു സെസ്കോ ഡബിൾ എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞല്ലോ അമോറിമിന് ഒരു സിംഗിൾ നമ്പർ 9 ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. റൈറ്റ് നൗ ഇന്നത്തെ കളിയിൽ ദേ ഹാഡ് ദാറ്റ് ഔട്ട്ലെറ്റ്. യു വിപ്പ് ഇൻ ക്രോസ് ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ്, സെസ്കോ ഉണ്ട് പോച്ചർ. ആൻഡ് ദാറ്റ് മേഡ് സെൻസ്. 2 ഗോളും ഓൾമോസ്റ്റ് ആ ഒരു ആംഗിളിലാണ്. ഫസ്റ്റ് വൺ പിന്നെയും ഒരു എന്താ പറയാ ഒരു ത്രൂ ബോൾ പോലെ പറയാം. സെക്കൻഡ് വൺ റൈറ്റ് ഓഫ് ദ ക്രോസ്, ലെഫ്റ്റിൽ പോകുന്നു, ക്രോസ് ചെയ്യുന്നു, കാല് വെക്കുന്നു. പ്രോപ്പർ സ്ട്രൈക്കർ ഗോൾ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇഫ് സംബഡി ക്യാൻ ഡു, ഇപ്പൊ ഫ്ലെച്ചർ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്പർ 9 തുറന്നു വിട്ടിട്ട് കളിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ they might get points. They will get points because ഇനിയിപ്പോ അവർ കളിക്കാൻ പോകുന്നത് 4-2-3-1 ആയിരിക്കും. ഇനി മുതൽ നമ്പർ 10 ആയിട്ട് ബ്രൂണോ, റൈറ്റ് സൈഡിൽ കുഞ്ഞ, ലെഫ്റ്റ് സൈഡിൽ എംബുമോ, then you will have a Casemiro and a Mainu. Simple. Ugarte probably. Or Ugarte, whoever is available. കാരണം യൂറോപ്യൻ ഫിക്സ്ചേഴ്സ് ഇല്ലല്ലോ. So basically Casemiro can play 60 minutes a week. It's not a problem. അപ്പുറത്ത് വിങ് ബാക്ക് ആയിട്ട് ഒന്നെങ്കിൽ ലൂക്ക് ഷോ, ഡോർഗു, അല്ലെങ്കിൽ ഡാലോ. സോ ബേസിക്കലി ഇങ്ങനത്തെ ഒരു സിസ്റ്റം കളിക്കുമ്പോൾ അവർക്ക് ഈസിലി ദേ വിൽ ഡു വെൽ. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ദേ വിൽ ഓൾസോ കൺസീഡ് ഗോൾസ്. അവർ ബേൺലി വെർ റിയലി ഗുഡ് ഇൻ ദാറ്റ് ഗെയിം. കാരണം സെസ്കോ, ബ്രൂണോ, എംബുമോ, കുഞ്ഞ, ഈ 4 പേരും ഡിഫെൻഡ് ചെയ്യില്ല. ഈ 4 പേരും പുറകോട്ട് വരില്ല. കുഞ്ഞ പിന്നെയും വരും. ബാക്കിയുള്ളവർക്ക് ഗോൾ അടിക്കാനുള്ള ഒരു അതിലേക്ക് വരുമ്പോ അവരുടെ ഡിഫെൻസീവ് സൈഡ് വിൽ ബിക്കം മച്ച് മോർ ഓപ്പൺ. അതുകൊണ്ടാണ്, അതല്ല ഈ യുണൈറ്റഡിന്റെ പ്രശ്നവും ഈ നമ്മുടെ പ്രശ്നവും ഒരു സിമിലർ ആണെന്ന് പറയാൻ കാരണം 2 പേർക്കും ഒരു കൺട്രോളിങ് മിഡ്ഫീൽഡർ ഇല്ല. ഡിസ്ട്രോയർ ആവണമെന്ന് പോലും ഇല്ല. യുണൈറ്റഡ് അറ്റാക്ക് ആവാനുള്ള കാരണം തന്നെ അയാള് ബലേബയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡറിനെ ചോദിച്ചുകൊണ്ടാണ് മാച്ച് കൺട്രോൾ ചെയ്യാൻ. അത് കിട്ടാത്തോടു കൂടി ഓബൻ പോയി. ഇഷ്ടപ്പെട്ടില്ല പോയിന്റ്. അപ്പോ ആ ഒരു മിഡ്ഫീൽഡർ, ഒരു ഗാലഗറോ ഒരു ബലേബ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മിഡ്ഫീൽഡർ അവർക്ക് കിട്ടിയാൽ ഐ തിങ്ക് യുണൈറ്റഡ് ഇൻ ദിസ് സമ്മർ ബൈ വിന്റർ, പക്ഷെ അവരിത് മേടിക്കില്ല. ഇൻ മൈ തിങ്ക് ഐ തിങ്ക് യുണൈറ്റഡ് വിൽ മിസ് ഔട്ട് ഓൺ ടോപ്പ് 4 സ്ലൈറ്റ്ലി. ഒരു 5th or 6th യൂറോപ്പ് കിട്ടും. കാരണം അവരുടെ ആ ഡിഫെൻസീവ് ഫ്രെയിലിറ്റീസ് വിൽ കം ഔട്ട് മോർ. ആൻഡ് ഫണിയർ തിങ് ഇസ് അവരുടെ നെക്സ്റ്റ് ഗെയിം ഐ തിങ്ക് ഇസ് മാഞ്ചസ്റ്റർ സിറ്റി. പക്ഷെ ഈ സിറ്റിന് ആക്ച്വലി കളിക്കാൻ പറ്റിയ സമയം ഇതാണ്. പക്ഷെ സിറ്റി എല്ലാവരും റെസ്റ്റ് ചെയ്യും ഈ മിഡ് വീക്ക്. അതുകൊണ്ട് anyway, I think the top 4 race is going really close. We have a 2-point lead, alle? 33-31. We have a 2-point lead. 2-point lead. Against with Brentford 33, yeah. And a 3-point lead versus Newcastle and United. So you see, draws have not affected our
position in the table luckily because അവരും ഡ്രോ ചെയ്യുന്നു നമ്മളും ഡ്രോ ചെയ്യുന്നു, അവരും ഡ്രോ ചെയ്യുന്നു നമ്മളും ഡ്രോ ചെയ്യുന്നു. But interesting thing is next Premier League weekend, ഈ വീക്കല്ല, next following weekend there are a lot of big matches. So നമുക്ക് ഈസിയർ ഫിക്സ്ചർ ആണ്, ബേൺലി ആണ് at home I think. നമുക്ക് ജനുവരി ഈസിയാണ്, ജനുവരി ഈസി ഫിക്സ്ചേഴ്സ് ആണ്. അപ്പോ അങ്ങനെ അതുകൊണ്ട് I hope we start picking up, converting these draws to victories. On that note, I think we can talk a bit about Barnsley. ഓബിൻ ബാൺസ്ലിയുടെ മാച്ചസ് ഒരുപാട് കാണുന്നതാണ്. അപ്പൊ ബാൺസ്ലിയുടെ പ്ലേയേഴ്സിനെ കുറിച്ചും അവരുടെ സിസ്റ്റത്തിനെ കുറിച്ചും മാനേജറിന്റെ സ്റ്റൈലിനെ കുറിച്ചും ഓബിൻ സംസാരിക്കുന്നതായിരുന്നു. ഈ സീസൺ ആക്ച്വലി അവര് അങ്ങനെ ശരിക്കും പറയാൻ എങ്ങനെ ശരിക്കും കാണലുണ്ടാ? എല്ലാ കളിയും കാണുന്നുണ്ട്, മാർച്ചിൽ ഞാൻ കാണാറില്ല, പക്ഷെ അവർ അറ്റ്ലീസ്റ്റ് ടോപ്പ് ടീംസ് കാണാറുണ്ട്. വെറുതെ പറഞ്ഞതാ. പിന്നെ ലീഗ് വണ്ണിൽ പോലും എങ്ങനെ കാണാൻ, ചാമ്പ്യൻഷിപ്പ് പിന്നെ ഒരു പരിധി ഉണ്ട് കാണുന്നതിന്. ഇതിൽ ഒന്നാമത് ടെലികാസ്റ്റ് ഉണ്ടാവണം ഇവിടെ, അതാണ് ആദ്യത്തെ പ്രശ്നം ലീഗ് വണ്ണ് കാണാനില്ലാത്തത്. ചാമ്പ്യൻഷിപ്പ് മാത്രമേ ഉള്ളൂ, ബേൺസ് ചാമ്പ്യൻഷിപ്പിൽ ഇല്ല. അതിന്റെ താഴെയാണ് ലീഗ് വണ്ണിലും താഴെങ്ങാനാണ്, റെലഗേഷനിൽ നിൽക്കുക 17th. അതുകൊണ്ട് ബാസിൽ ഈ സീസണിലെ കളിയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് അങ്ങനെ പറയാത്തക്ക പ്ലേയേഴ്സോ ഇല്ലെങ്കിൽ ഒരു എന്താ പറയാ റിവൈവിങ് ഓപ്ഷൻസ് ഒന്നും ഇല്ല. നമ്മള് ഈ സീസണിൽ പോയിട്ട് ഐ മീൻ ഈ ഒരു FA കപ്പ് ഗെയിം പ്രോബബ്ലി ഫസ്റ്റ് ടീം ആരും കളിക്കാൻ ചാൻസ് ഇല്ല. ഐ തിങ്ക് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ ഒരു ഇത് പ്രകാരം ഐ തിങ്ക് വി വിൽ പ്ലേ സ്ട്രോങ് ടീം ബിക്കോസ് നമ്മുടെ നെക്സ്റ്റ് പ്രീമിയർ ലീഗ് മാച്ച് എപ്പോഴാണ്? അത് കഴിഞ്ഞ വീക്കെൻഡ് 3 ദിവസത്തിലില്ലല്ലോ. എക്സാക്ട്ലി. സോ നമ്മൾ അല്ല വീക്കെൻഡാ, സോറി. സോ വി ആർ പ്ലേയിങ് ബാൺസ്ലി ഓൺ മൺഡേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാറ്റർഡേ ആണ് ബേൺലിനെ കളിക്കുന്നത്. സോ വി ഹാവ് എ ഹോൾ വീക്ക്. മൺഡേ ആണ് കളി. മൺഡേ കളി. സോ വി ഹാവ് ഇന്ന് ഫ്രൈഡേ അല്ലേ, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ, Monday night we are playing. So that's like a 3.5 day gap. അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, then we are playing Saturday. So ആ ഗ്യാപ്പ് വെച്ചിട്ട് I think some of them will play. I think Konate, Van Dijk may not play. Probably so Wirtz will not play. But ഈ മിഡ്ഫീൽഡിൽ 2 പേര് കളിക്കുമായിരിക്കും. And Ramsey will has to play. അത് വില്ലില്ല, he has to play. Robertson will play for sure. He will be captaining the side. Mama will play for sure. Front line Chiesa will play, Rio will play. Gakpo will play. No ego. Gakpo, there's a chance Gakpo may play as number 10. നോക്കിക്കോന്നല്ല, വേറെ ഓപ്ഷൻ ഇല്ല. ഐ മീൻ യൂത്തിൽ പോലും ഓപ്ഷൻ ഇല്ല. അപ്പോ നമുക്ക് ഡിഫൻസ് നോക്കുകയാണെങ്കിൽ my gut feeling is it will be Mama, then full back Ramsey, Konate, Gomez, Konate, Robertson. Or Robertson may play center half and we may play some young boy as left back. ഓവൻ ബാക്കിനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ബാക്ക്. Then midfield 100% Yoni will play. Curtis will play, and I expect Soboslai or a senior player to play some part. അത് ആരായിരിക്കും? McAllister ആയിരിക്കും. അതെ. And then you'll have a Chiesa, Gakpo, Rio midfield, forward line. എന്റെ മനസ്സിൽ അതാണ്. It is what I feel, because നമ്മൾ അത്രയും റെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല because of the time gap between the games. ഇപ്പം തേഴ്സ്ഡേ കളിച്ചിട്ട് സൺഡേ ആണെങ്കിൽ പ്രോബബ്ലി അതൊരു മാറ്റർ. പിന്നെ മാത്രമല്ല നമുക്ക്
പ്രീമിയർ ലീഗ് ഡിഫിക്കൽട്ട് ആണ് കിട്ടാൻ. FA കപ്പ് ഒന്ന് ജയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, ശ്രദ്ധിക്കണം. അപ്പൊ എന്തായാലും താഴെ പോകാനിരിക്കാൻ വേണ്ടി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈഡ് നമ്മൾ ഈ പറഞ്ഞതുപോലെയല്ല, ചിലപ്പോൾ സർപ്രൈസ്, ചിലപ്പോൾ സ്ഥിരം കളിക്കുന്ന ആരെങ്കിലും കളിക്കാനുള്ള സാധ്യത കാണാം. അതൊന്ന്. രണ്ട്, നമ്മൾ കുറച്ച് കളികളായിട്ട് ഡ്രോ ആണ്. അല്ല, ഒരു കാര്യം കൂടി, കുറച്ച് കളികളായിട്ട് ഡ്രോ ആണ്. ആ ഒരു ഡ്രോയിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ജയിക്കുക എന്നുള്ളത് ആ ഒരു മെന്റാലിറ്റി ഡിഫറെന്റ് ആക്കും. അപ്പൊ ഈ ആർസണലിന്റെ ആ ഒരു ഇതിൽ നിന്ന് മെന്റാലിറ്റി നമ്മളിപ്പോ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ് മെന്റാലിറ്റിയിൽ. അതില് ആ ഒരു ജയം കൂടി, നല്ല സ്കോറിന് ഒരു മാച്ച് അങ്ങോട്ട് ജയിച്ചു കഴിഞ്ഞാൽ, അത് ഏത് ടീം ആയിക്കോട്ടെ, അത് ഭയങ്കരമായിട്ട് ഡ്രോ വിന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈനപ്പ് വന്നാൽ അത്ഭുതപ്പെടേണ്ട. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നാളെ കഴിഞ്ഞ് ചിലപ്പം സല വരും. കാരണം ഐവറി കോസ്റ്റിന്റെ കൂടെയാണ് ഈജിപ്തിന്റെ മാച്ച്. ഈജിപ്തിന് ഇതുവരെയുള്ള കളി വെച്ച് നോക്കുമ്പോൾ ഐവറി കോസ്റ്റ് ഒരു വിൽ ബി എ ടഫ് ചാലഞ്ച് ഫോർ ദം, ഐ ഫീൽ. അതുകൊണ്ട് സല ബേൺലി മാച്ചിലെങ്കിലും എത്തുമായിരിക്കും. അതിന്റെ ഒരു ഇതുണ്ടാവും. ബ്രാഡ്ലിയുടെ ഇഞ്ചുറിയാണ് ശരിക്കും നമ്മളെ ഫ്രിംപോങ് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ബ്രാഡ്ലി പോയി. ബ്രാഡ്ലിയുടെ ഇഞ്ചുറി എന്തായിരിക്കും അവസ്ഥ ശരിക്കും? എന്തായിരിക്കും അതിന്റെ ആ മാർട്ടിനെല്ലി ചെയ്ത കാര്യം? പിന്നെ മാപ്പൊക്കെ പറഞ്ഞ് അത് സുല്ലായല്ലോ. അല്ല, ബ്രാഡ്ലിയുടെ ഇഞ്ചുറി എത്ര സീരിയസ് ആയിരിക്കും എന്ന് വല്ല ന്യൂസും ആരെങ്കിലും എന്തെങ്കിലും കേട്ടില്ല? ഇതുവരെ ഒന്നും ഒഫീഷ്യലി അങ്ങനത്തെ ഒരു ഇഞ്ചുറി സീസൺ ആയിട്ടാണ്. കാരണം എന്താ പറയാ, കിടന്ന് നിലത്ത് ഇരുന്ന് അപ്പൊ തന്നെ സ്ട്രെച്ചറിനെ വിളിച്ചതാണ്. അവര് നോക്കുന്നതിന് മുന്നേ അവർ ആദ്യം പറഞ്ഞ സ്ട്രെച്ചർ വരണമെന്നാണ്. ഒരു പ്ലെയർ താഴെ കിടന്നിട്ട് സ്ട്രെച്ചർ വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി സീരിയസ്. യെസ്. വേറെ FA കപ്പില് നല്ല ഗെയിംസ് ന്യൂകാസിൽ, ബ്രൈറ്റൺ ഉണ്ട്, എവർട്ടൺ, സൺഡർലൻഡ് ഉണ്ട്. ഈ 3 ഗെയിമാണ്. ടോട്ടനം വില്ല. അതൊക്കെയാണ് നല്ല ഗെയിംസ് ഉള്ളത്. റെക്സാം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാച്ച് ഉണ്ട്. റെക്സാം ചാമ്പ്യൻഷിപ്പിൽ ആക്ച്വലി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവർ തുടങ്ങിയ സമയത്ത് കുറെ താഴെയായിരുന്നു പോയിന്റ്സ് ടേബിളിൽ. പക്ഷെ ഇപ്പോ ഈ ടോപ്പ് 6ന്റെ അടുത്തേക്ക് വേണമെങ്കിൽ അവർക്ക് സുഖമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ്. ആ പ്രൊമോഷൻ പ്ലേ ഓഫ് പ്ലേസിലേക്ക് വേണമെങ്കിൽ അവർക്ക് കയറാം. അപ്പൊ നന്നായിട്ട് റെക്സാം പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ലാലിഗ ഫാൻസിന് ഈ വീക്കെൻഡ് എൽ ക്ലാസിക്കോ ഇൻ സൗദി ക്ലാസിക്കോ, ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് ഉണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഇന്നലെ നേരിയ ഗോളിന് തോപ്പിച്ച് മാഡ്രിഡ് ഫൈനലിൽ കയറി. 5-0 ബാഴ്സ ബീറ്റ് അത്ലറ്റിക്കോ ബിൽബാവോ. സോ ആ മാച്ച് ഉണ്ട്. അതേ ഈ വീക്കെൻഡ് കുറച്ച് ബോറിംഗ് ആണ്. നമുക്ക് കാര്യമായിട്ട് FA കപ്പും കൂടി ആയതുകൊണ്ട് മാച്ചസ് കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന FPL ഉള്ളവർക്കും ഒരു ഉന്മേഷക്കുറവുണ്ടാവും. അതർ ദാൻ ദാറ്റ്, വിന്റർ ട്രാൻസ്ഫർ വിൻഡോ എഴഞ്ഞ പോകുന്നത്. അതർ ദാൻ ബ്രെനൻ ജോൺസൺ ആൻഡ് നമ്മുടെ ഗേഹിയുടെ ആർസണലിന് വേണം, സിറ്റിക്ക് വേണം, പാലസിന് ഉണ്ട്, ലിവർപൂളിന് വേണം, നാളെ യുണൈറ്റഡിനും വേണം എന്ന് പറയും. അതുകൊണ്ട് അതർ ദാൻ ദാറ്റ് ഒരു ലൂക്ക് വാം 10 days ആണ്. യൂഷ്വലി ഫസ്റ്റ് 10 daysലൊക്കെ പ്ലേയേഴ്സ് വരുന്നതാണ്. സോ ഐ തിങ്ക് നൗ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇനിയിപ്പം നെക്സ്റ്റ് FA കപ്പ് വീക്ക് കഴിഞ്ഞ് ഈ കുറച്ച് മൂവ്മെന്റ്സ് പ്രതീക്ഷിക്കാൻ തോന്നുന്നു അക്രോസ് ക്ലബ്സ്. യുണൈറ്റഡ് ആർ ട്രൈങ് ടു സൈൻ എന്നൊക്കെ പറയുന്നു. പക്ഷെ ആദ്യം മാനേജർ വരണം, എന്നിട്ട് അവർ സൈൻ ചെയ്യുള്ളൂ. ചെൽസി പുതിയ മാനേജർ പനിച്ചലിനെ കൊണ്ടുവരുമെന്നില്ലോ നമുക്ക് നോക്കാം. ബിക്കോസ് ചെൽസി നീഡ് നമ്പർ 9. പിന്നെ സ്പേഴ്സിന്റെ മാനേജർ സാക്ക് ആവോ ഇല്ലോ നമ്മൾ അടുത്ത ചെസ്റ്റ് നമ്പർ എന്ന് പറയുന്നുണ്ട്. ഓവറോൾ 15-16 ഇപ്പൊ അവര്. അതെ, ഓവറോൾ ഇറ്റ്സ് ബീൻ ഗ്രേറ്റ് 10 days ഓഫ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ. കാരണം ഇത്രയും അടുപ്പിച്ച് പ്രീമിയർ ലീഗ് മാച്ചസ് ഇങ്ങനെ വരാറില്ല. മിഡ് വീക്കും പ്രീമിയർ ലീഗ്, വീക്കെൻഡും പ്രീമിയർ ലീഗ്, മിഡ് വീക്ക് പ്രീമിയർ ലീഗ്, വീക്കെൻഡ് പ്രീമിയർ ലീഗ്. So it's been continuous Premier League action for last 15 days. So it's been good. Liverpool unbeaten ആണ്. ഡ്രോസ് ആണെങ്കിലും സ്ലോട്ടിന് കുറച്ചും കൂടി ഒരു കൺട്രോൾ കിട്ടിയെന്ന് ഇപ്പൊ തോന്നുന്നു. അടുത്ത കളി കാണുമ്പോൾ ചിലപ്പോൾ മാറും. സോ we don't know, but we hope he keeps his job. I personally hope he keeps his job.
എനിത്തിങ് എൽസ്? അഫ്കോൺ സെമിഫൈനലിലേക്ക് കടക്കുകയാണ് അടുത്ത 2 ദിവസം കൊണ്ട്, നമുക്കറിയാം. വേറെ ഒന്നുമില്ല അല്ലെ? വേറെ ഒന്നുമില്ല. നമ്മൾ ഇത് മരസ്കയുടെ മാത്രമേ ഉള്ളൂ. മരസ്ക സിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഗാഡിയോള ഈ സീസൺ കഴിയുമ്പോൾ നിർത്താൻ പോവാണ്. ഗാഡിയോള തന്നെ ഇടപെട്ടിട്ട് മരസ്കെ കൊണ്ടുവരാൻ വേണ്ടി സിറ്റിയുടെ ഹയർ ഓഫീഷ്യൽസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ റൂമേഴ്സ് ലൂയിസ് എൻറിക്കെ റൂമേഴ്സ് ആർ ഓൾസോ ഫ്ലൈയിങ് അറൗണ്ട്. ബ്ലാങ്ക് ചെക്ക് കൊടുത്ത് വേണ്ട എന്ന് പറയുന്നു. അല്ല, സിറ്റിയിൽ ഇപ്പൊ പെപ്പ് പോയാൽ പെപ്പ് ജിന്ന് പോവോ? പെപ്പിയൻ എനിക്കത് പ്രീമിയർ ലീഗിൽ തന്നെ ഒരുപാട് മാനേജേഴ്സ് ഈ സീസൺ കഴിയുമ്പോൾ മാറാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ പെപ്പിന് നല്ല ഏതെങ്കിലും ക്ലബിലേക്ക് പോകാനുള്ള ചാൻസ്, നല്ല സാധ്യത. ഹൈറ്റിംഗ് ഗെയിം തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഐ റിയലി ഹോപ്പ് ഹി കംസ് ബാക്ക്. ഇനി വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അതെ, എല്ലാരും FA കപ്പ് കാണുക. ലിവർപൂൾ ബാൺസ്ലി ആണ്, ജയിക്കണം. ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി. സോ വേറൊന്നും പറയാല്ല. അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോസ് ഒക്കെ എൻജോയ് ചെയ്യണ്ടെന്ന് അറിയാം. നമ്മൾ നല്ല റെസ്പോൺസുകൾ, കമന്റ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, കമന്റ്സ് കണ്ടിന്യൂ ചെയ്യുക. നമ്മള് മറ്റേ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. എല്ലാവർക്കും